നമ്മൾ സത്യത്തിൽ ഒരു യുദ്ധ മുന്നണിയിലാണ്. എന്താണ് ആ യുദ്ധം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പരിചയമുള്ള ഒരു യുദ്ധമല്ല. നമ്മളിനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിലെ പാണ്ഡവന്മാരാണ് നമ്മൾ. കൗരവന്മാർ അപ്പുറത്തുണ്ട്. പഴയ പാണ്ഡവന്മാർക്ക് ആയുധങ്ങളുണ്ടായിരുന്നു, ശത്രു ആരാണെന്നറിയാം. നമുക്ക് ശത്രു ആരാണ് എന്നറിയാൻ വലിയ പ്രയാസമാണ്. പാണ്ഡവന്മാർക്ക് ആയുധങ്ങളുണ്ടായിരുന്നു, പിൻബലങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു, നമുക്കതുമില്ല. ലോകം ഇന്ന് വലിയ ഒരു യുദ്ധമുഖത്താണ്. അതിശക്തമായ യുദ്ധം ലോകമൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാഖിൽ പ്രകടമായ ഒരു യുദ്ധം നമ്മൾ കാണുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ കാണുന്നുണ്ട്, പലസ്തീനിൽ ഇസ്രായേലിൽ യുദ്ധം കാണുന്നുണ്ട്. നമ്മൾ യുദ്ധമുഖത്താകുന്നത് എങ്ങനെ? നമ്മളൊരു യുദ്ധമുഖത്താണ് എന്ന് വരുന്നത് എങ്ങനെ? യുദ്ധം എന്ന് പറയുമ്പോൾ യുദ്ധത്തെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു ജനതയാണ് നമ്മൾ. ഭാഗ്യം ചെയ്തൊരു ജനതയാണ്. ഞാൻ മ്യാൻമാറിൽ പോയിട്ടുണ്ട്. ആഗാഖാൻ സൂചിയുടെ വീടിനടുത്തേക്ക് ഒന്ന് പോകാൻ ശ്രമിച്ചിട്ട് ആ ഭാഗത്തേക്ക് പട്ടാളം കടത്തിവിടാത്തതുകൊണ്ട് നിരാശയോടെ അവരുടെ വീടെങ്കിലും ഒന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പറ്റിയില്ല. ഒരു ജനതയുടെ ദുരിതം, പട്ടാള ഭരണത്തിൻ്റെ, യുദ്ധത്തിൻ്റെ, അങ്ങനെയുള്ള ചില ഭാഗങ്ങളിലെങ്കിലുമൊക്കെ പോകാൻ സാധിച്ചപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പരമ്പരാഗതമായ നേരിട്ടുള്ളൊരു യുദ്ധം കണ്ടവരോ അതിൻ്റെ വിപത്തുകൾ അറിഞ്ഞിട്ടുള്ളവരോ അല്ല ഒരു വിധത്തിൽ നമ്മൾ. പക്ഷേ നമ്മളും ഒരു യുദ്ധത്തിലെ ഇരകളാണ്. ഇപ്പോൾ നമ്മൾ ആ യുദ്ധത്തിൽ ശക്തരായ പ്രതിരോധം തീർത്തിട്ടുള്ളവരുമാണ്. യുദ്ധം ആയുധങ്ങളുടെ രൂപമൊക്കെ മാറി. ബോംബുകൾ, ചിലവേറിയ ബോംബുകൾ, ബോംബ് ഉപയോഗിക്കുന്നവർ കാശ് കൊടുത്തുണ്ടാക്കി ആ ബോംബുകൾ കൊണ്ടുപോയി ഇട്ട് പിന്നെ ചരിത്രത്തിൻ്റെ മുന്നിൽ മാപ്പ് പറയേണ്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഗുണ്ടനാമയിലെല്ലാം നടത്തിയ പീഡനങ്ങളുടെ പേരിൽ അമേരിക്ക മാപ്പ് പറയുന്നു, ജപ്പാനിൽ ബോംബിട്ടതിൻ്റെ പേരിൽ മാപ്പ് പറയുന്നു. എന്നാൽ ഇതൊന്നുമില്ലാതെ പുതിയ ആയുധങ്ങളാണ് ഇന്ന് ലോകത്തിറങ്ങിയിട്ടുള്ളത്. പുതിയ ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധമാണ് ലോകത്തുനിന്ന് നടക്കുന്നത്. ആ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത, ഇരകളാണ് യുദ്ധത്തിനുള്ള പണം കൊടുക്കുന്നവർ. ആയുധങ്ങൾക്കുള്ള പണം കൂടെ ഇരകൾ കൊടുക്കും. മുമ്പ് ഇരകളുടെ തലയിലിടാനുള്ള ബോംബുകൾ യുദ്ധം നടത്തുന്നവർ കാശ് കൊടുത്തുണ്ടാക്കി വെക്കണമായിരുന്നു. ഇവിടെ ഇരകൾ തന്നെ പണം കൊടുക്കുന്നു. ഇരകൾക്ക് നന്മ ചെയ്യുന്നു എന്നുള്ള പേരിലാണ് ഈ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെടുന്നത്. ഇരകൾ വളരെ സന്തോഷത്തിലാണ്. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ തവള സുഖകരമായി ഇരുന്ന് കൊടുക്കുന്നുണ്ട്. ആനന്ദ നിർവൃതിയോടെയാണ് തവള ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഇരിക്കുന്നത്. പക്ഷെ പുറകെ ഒരു കൈ വരുന്നതും തവള ചാക്കിലേക്ക് പോകുന്നതും വൈകിയേ അറിയുകയുള്ളൂ. ആ തവളയുടെ ഒരവസ്ഥയിലാണ് ലോകമൊട്ടാകെയുള്ള മനുഷ്യരെന്ന് നിൽക്കുന്നത്. യുദ്ധോപകരണം, ഏറ്റവും വലിയ ആയുധം ഇന്ന് ഭക്ഷണമാണ്. ഫുഡ് വെപ്പൺ, ഭക്ഷണമെന്ന ആയുധം. യുദ്ധത്തിലെ ഏറ്റവും ഭീകരമായ ആയുധം ഭക്ഷണമാണ്. രണ്ടാമത്തെ ആയുധം വെതർ വെപ്പൺ, കാലാവസ്ഥ എന്ന ആയുധം. മാതൃഭൂമിയിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി വരുന്ന ഒരു ലേഖന പരമ്പരയുണ്ട്. കുയിൽ കുകാത്ത വയനാട്, മാമ്പഴം ഇല്ലാത്ത മായുന്ന മാമ്പഴക്കാലം. അത് ബോധപൂർവം സൃഷ്ടിക്കുന്നതാണെങ്കിലോ ഈ വിഭാഗം ജനങ്ങളെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങളെ അടിമകളാക്കാൻ മുമ്പത്തെ പോലെ ബ്രിട്ടീഷുകാരൻ വന്നു കയറിയ പോലെ ഒരു അടിമത്തമല്ല വരുന്നത്. ഒരു പ്രദേശത്തെ ജനങ്ങളെ, ഒരു രാജ്യത്തിലെ ജനങ്ങളെ അവരുടെ ആരോഗ്യ രീതികൾ എന്തെന്ന് മനസ്സിലാക്കി
ആ ആരോഗ്യ രീതികളുടെ താളമൊന്ന് തെറ്റിച്ചാൽ എന്ത് സംഭവിക്കും? അതോടെ ആ ജനത രോഗങ്ങളിലേക്ക് വഴുതി വീഴും. ഫുഡ് ഒരു വെപ്പണായി മാറുന്നത്, ആഹാരം ഒരു യുദ്ധോപകരണമായി മാറിയത് കേരളത്തിൽ നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾ കാണുന്നത് വെളിച്ചെണ്ണ, തേങ്ങ ആപത്ത്, അതൊരു ബോംബായിരുന്നു, ഒരു യുദ്ധോപകരണമായിരുന്നു. അലോപ്പതി ഡോക്ടർമാരാണ് ഈ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. അവരിലൂടെയാണ് വളരെ വിജയകരമായി ഈ ഫുഡ് വെപ്പൺ ആളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തേങ്ങ ആപത്താണ്, കൊളസ്ട്രോൾ ഉണ്ടാക്കും, ഹൃദ്രോഗം ഉണ്ടാകും എന്ന് പ്രചരണം വന്നതോടെ കേരളീയര് തേങ്ങ വലിച്ചെറിഞ്ഞു, വെളിച്ചെണ്ണ വലിച്ചെറിഞ്ഞു, പാമോയിലും സൂര്യകാന്തി എണ്ണയും എല്ലാം സ്വീകരിച്ചു. ഫലം എന്തായിരുന്നു? സകല കേരളീയരും ഹൃദ്രോഗികളായി. 40 വയസ്സിന് മീതെ ഹൃദ്രോഗമില്ലാത്ത, ഹൃദയത്തിന് ബ്ലോക്കില്ലാത്ത ആളുകളില്ല എന്നായി. തേങ്ങ വലിച്ചെറിഞ്ഞപ്പോൾ എന്തു പറ്റി? നമ്മുടെ പൂർവീകരുടെ ചരിത്രകാലം തുടങ്ങി തന്നെ കേരളത്തിൻ്റെ ആരോഗ്യം പിടിച്ചു നിർത്തിയിരുന്നത് തേങ്ങയാണ്. കഞ്ഞിയിൽ ചിരണ്ടിയിട്ട് ചമ്മന്തി അരച്ച് ചുട്ടുതിന്ന്, ശർക്കരയുമായി തേങ്ങാക്കൊത്ത് കൂട്ടി തിന്ന്, സകല പലഹാരങ്ങളിലും തേങ്ങ അവിഭാജ്യമായൊരു ഘടകമായിരുന്നു. നമ്മുടെ അപ്പന്മാരുടെയൊക്കെ പല്ലുകളൊന്നും കൊഴിഞ്ഞിരുന്നില്ല. 90-100 വയസ്സിൽ പല്ലുകൾ അവിടെ ഉണ്ടായിരുന്നു. 120 വയസ്സിലും മല കയറുന്ന മനുഷ്യർ ഈ ആദിവാസികളുടെ ഇടയിൽ, അട്ടപ്പാടി ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും 90 വയസ്സ് 100 വയസ്സെന്നുള്ളത് ആദിവാസികളുടെ ഇടയിൽ ഒരു വലിയ പ്രായമൊന്നുമല്ല. അപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടാക്കും എന്ന ഭീതി പരത്തി തേങ്ങയെ ഉപേക്ഷിക്കാൻ ഒരു ജനതയെ പ്രേരിപ്പിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച യുദ്ധോപകരണ ശക്തികൾക്ക് എന്ത് മെച്ചമുണ്ടായി? എല്ലാ യുദ്ധവും ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നില്ലെങ്കിൽ സാമ്പത്തിക ലാഭം, അല്ലായെങ്കിൽ അധികാരത്തിൻ്റെ ലാഭം. ഇവിടെ അധികാരം, സമ്പത്ത്, പിന്നെ ശത്രുവിൻ്റെ സമ്പൂർണമായ ഇല്ലായ്മയും ഒക്കെ ഈ യുദ്ധത്തിലൂടെ നടത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. മൾട്ടിനാഷണൽ കമ്പനികളെ മുൻനിർത്തി അല്ലെങ്കിൽ പിൻനിർത്തി പ്രവർത്തിക്കുന്ന ചില രാജ്യങ്ങൾ വളരെ ബോധപൂർവം ലോകത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നു. അവർ തീരുമാനിച്ചു ലോകത്തെ ജനസംഖ്യ കൂടാൻ പാടില്ല. അവരാരാണത് തീരുമാനിക്കാൻ? അവർക്ക് മുൻകൈയുള്ള ലോക ഭരണകൂടങ്ങൾ, ലോകാരോഗ്യ സംഘടനയായാലും ഐക്യരാഷ്ട്രസഭയായാലും ഈ തീരുമാനങ്ങൾ മൊത്തം രാജ്യങ്ങളിലേക്കും അടിച്ചേൽപ്പിക്കുന്നു. അവർ തീരുമാനിക്കുന്നു പോളിയോ വാക്സിൻ എല്ലാ രാജ്യങ്ങളിലെയും കുട്ടികളെ കുത്തിയിരിക്കണം, അല്ലെങ്കിൽ കൊടുത്തിരിക്കണം. ഇന്ത്യക്കാർ മന്തുമരുന്ന് കഴിച്ചിരിക്കണം. ഉപ്പ് ആളുകൾ നേരെ ഉപയോഗിക്കാൻ പാടില്ല, അയഡിൻ ചേർക്കണം. ഇതിലെല്ലാം യുദ്ധമുണ്ട്. അയഡിനുപ്പ് അണുബോംബിനേക്കാൾ ഭീകരമായ ഒരു യുദ്ധോപകരണമാണ്, വേറൊരു ബോംബാണ്. തലമുറകളെ പോലും നശിപ്പിക്കുന്ന ഒരു അണുബോംബാണോ? ഇവിടെ നിരന്നിരിക്കുന്ന ഈ സാധനങ്ങളിലൂടെ മനുഷ്യൻ്റെ ശരീരത്തിന് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇത് ഓരോന്നും ഒരു ഫുഡ് വെപ്പൺ എന്ന് പറയാവുന്ന രീതിയിലാണോ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ, നമ്മുടെ ബന്ധുക്കളുടെ ശരീരത്തിൽ, നമ്മുടെ നാട്ടുകാരുടെ ശരീരത്തിൽ ഫലിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിച്ച ഭക്ഷണ സാധനങ്ങൾ കുടൽ ദഹിപ്പിച്ച് അത് സ്വാംശീകരിക്കപ്പെട്ട് അതും രക്തത്തിലേക്ക് കടക്കുന്നു വേറൊരു ഭാഗത്ത്. അപ്പോൾ രക്തം എന്ന് പറഞ്ഞാൽ നാം കഴിച്ച ഭക്ഷണം അതിലുണ്ട്, കുടിച്ച വെള്ളമുണ്ട്, ശ്വസിച്ച വായുവുണ്ട്. ഇതിനെ കോശങ്ങളിലേക്ക് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ജോലിയാണ് വാസ്തവത്തിൽ രക്തം നടത്തുന്നത്. ആ പ്രവർത്തനങ്ങൾ കോശങ്ങളിൽ ഇത് ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് പ്രകൃതി ചികിത്സകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇതിൻ്റെ വേറൊരു തലം നമ്മൾ നാളെ കാണും, അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് കാണും.
ഇത് മാത്രം പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ നല്ലൊരു അലോപ്പതി ഡോക്ടറെ നേരെ ഇരുന്ന് സംസാരിച്ച് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി, ഓക്സിഡേഷൻ്റെ ഫലമായിട്ട് അവിടെ ചൂടുണ്ടാകുന്നു, കരി ഉണ്ടാകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, മറ്റു മാലിന്യങ്ങൾ ഉണ്ടാകുന്നു, ഉച്ഛ്വാസവായുവിലൂടെ പുറത്തു പോകുന്നു. ഈ ഉച്ഛ്വാസവായു 5 മിനിറ്റ് പുറത്തേക്ക് പോകാതിരുന്നാൽ എന്ത് സംഭവിക്കും? മരണം. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൊരുതുന്നതിനേക്കാളും നാം ഇന്ന് പൊരുതേണ്ടത് നമ്മുടെ വായുവിന് വേണ്ടിയിട്ടാണ്. വായു മലിനീകരിക്കുന്ന ഓരോ സന്ദർഭത്തിലും നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്, ഇടപെടേണ്ടതുണ്ട്. വിയർപ്പ്, വെള്ളത്തിൻ്റെ വേസ്റ്റ് വിയർപ്പിലൂടെ, മൂത്രത്തിലൂടെ, കഴിക്കുന്ന ആഹാര സാധനത്തിൻ്റെ വേസ്റ്റ് മലത്തിലൂടെ പുറത്തു പോകുന്നു. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ആർത്തവം, ഉച്ഛ്വാസവായു, വിയർപ്പ്, മൂത്രം, മലം, ആർത്തവം, ഈ 5ഉം നേരെ ചൊവ്വേ നടക്കുന്ന ഒരു ശരീരത്തിൽ രോഗങ്ങളില്ല. പ്രകൃതി ചികിത്സകർ ഉറപ്പിച്ച് എഴുതി വെക്കുന്നൊരു വാചകമാണിത്. ഇത് 5ഉം നിങ്ങൾക്ക് നേരെ ചൊവ്വയാണോ, നിങ്ങൾക്ക് രോഗങ്ങളില്ല. നിങ്ങൾക്കൊരു രോഗം ഏതുമാകട്ടെ, ഒരു രോഗമുണ്ടോ, ഇത് 5ൽ ഏതെങ്കിലുമൊക്കെ മാന്ദ്യങ്ങളുണ്ട്, തളർച്ചകളുണ്ട്, ക്ഷീണമുണ്ട്. അപ്പോൾ ഒരു ശരീരം ആരോഗ്യകരമായി പ്രവർത്തിക്കുന്നത് എങ്ങനെ, അനാരോഗ്യത്തിലേക്ക് വീഴുന്നത് എങ്ങനെ? ഉച്ഛ്വാസവായു പൂർണ്ണമായും പോകാതെ വരുമ്പോൾ ഉള്ളിൽ കെട്ടിപ്പോകുന്ന വിഷമാലിന്യങ്ങളിൽ നിന്നൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു. സ്വന്തം ശരീരത്തെ തന്നെ അത് ക്ഷീണിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന, കോശങ്ങളെ മരണത്തിലേക്ക് നയിക്കുന്ന. കോശങ്ങളുടെ മരണം എന്ന് പറയുമ്പോൾ ഒരു മരണം നടക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വിളക്ക് വിടുന്ന പോലെ അല്ലല്ലോ. ഒരു ശരീരത്തിലെ കിഡ്നിയുടെ കോശങ്ങൾ കുറേശ്ശെ കുറഞ്ഞ് കൂടുതലായി ചത്തുപോയി അവസാനം കിഡ്നി തന്നെ ഫെയിലാകുന്നു. ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നതല്ല. ബ്രെയിനിലെ കോശങ്ങൾ പതുക്കെ ചത്തുപോയി ചില ആഹാര സാധനങ്ങൾ ചെന്നിട്ട് കുറേശ്ശെ ചത്തുപോയി അവസാനം ഡെമെൻഷ്യ, ഓർമ്മക്കുറവ്, മറവി രോഗമൊക്കെ പിടിപെടുന്നു. ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മിൽ മരണത്തിൻ്റെ ഒരു ഭീകരത കടന്നു കയറാറുണ്ട്. അപ്പോൾ വേണ്ടത്ര ഉച്ഛ്വാസവായു പുറത്തു പോയില്ല എങ്കിൽ മരണത്തിൻ്റെ നിരക്കങ്ങ് കൂടാൻ തുടങ്ങും. ആ മരണത്തിൻ്റെ നിരക്ക് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ശരിയായ ശ്വസനം എന്നൊരു ഭാഗം, അതേപോലെ തന്നെ ശരിയായ വെള്ളം. മൂത്രം പോയില്ല എങ്കിൽ ഉള്ള പ്രയാസത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. 8 ദിവസം കൊണ്ടൊരു മനുഷ്യൻ്റെ മരണം. ആഹാരം വയറ്റിൽ നിന്ന് പോകുന്നില്ല എങ്കിൽ മാസങ്ങളും ഒരുവിധമൊക്കെ വർഷങ്ങളും ഒക്കെ തള്ളി നിൽക്കാൻ പറ്റിയേക്കാം. ആഹാരമില്ലാതെയും നിരവധി മാസങ്ങൾ ജീവിക്കാൻ പറ്റിയേക്കാം. പക്ഷെ വെള്ളമില്ലാതെ പറ്റില്ല, വായുവില്ലാതെ ഒട്ടും പറ്റില്ല. അപ്പോൾ ശരീരത്തിൽ ഇതേവരെ നമുക്കുണ്ടായിട്ടുള്ള രോഗങ്ങൾ, ഈ കഴിഞ്ഞ കാലയളവ് വരെ നമുക്കുണ്ടായിട്ടുള്ള രോഗങ്ങൾ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ രോഗങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞ ശുദ്ധീകരണ മാർഗങ്ങളെക്കുറിച്ചായിരിക്കില്ല കൂടുതലും സംസാരിക്കാനുണ്ടാവുക. അപ്പോൾ ശുദ്ധീകരണ മാർഗങ്ങളെ പറ്റിയിട്ട് ഇവിടെ കാണിച്ചല്ലോ, വിയർപ്പ്, അതിലൂടെയൊക്കെ ശരീരത്തിൽ നിന്ന് അഴുക്കുകൾ പുറത്തു പോകുന്ന രീതി. അപ്പം അതെല്ലാം സ്വാഭാവികമായിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയകൾ തടയപ്പെടുമ്പോൾ ശരീരം എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് രോഗങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചിട്ടുള്ള ഭാഗം. പക്ഷേ ഇപ്പോഴും രോഗങ്ങളെക്കുറിച്ച് പറയുമ്പം കെമിക്കൽ പോയ്സണിങ് ആണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്കൊരു ക്യാൻസർ വന്നു, അപ്പോൾ ഈ അഴുക്കുകൾ കെട്ടിക്കിടക്കുന്നു എന്നുള്ള ഭാഗത്തെ അപേക്ഷിച്ച് എങ്ങനെ ആ ക്യാൻസർ, ഇപ്പം ഒരു ട്യൂമർ കണ്ട് അതിനെപ്പറ്റി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മാലിഗ്നൻസി ഉണ്ട്, അപ്പോൾ അത് കാരണം അത് ക്യാൻസർ ആവുകയാണ് എന്നുള്ള രീതിയിലാണ് ഡയഗ്നോസിസ് വരുന്നത്. അപ്പോൾ ഏതൊരു മാനസിക രോഗങ്ങളായിക്കോട്ടെ ശാരീരിക രോഗങ്ങളായിക്കോട്ടെ അതിനെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മറുപടി ഇത് ഒന്നുകിൽ ഹോർമോണൽ ഇംബാലൻസ് ആണ്, അല്ലെങ്കിൽ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള രാസ വസ്തുക്കളുടെ സാന്നിധ്യമാണ് ഈ രോഗത്തിൻ്റെ കാരണം എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് മാനസിക രോഗങ്ങളെ പറ്റി പറയുന്ന സമയത്ത് എന്താണ് ഈ മാനസിക രോഗത്തിന്, ഈ രോഗത്തിൻ്റെ കാരണമായിട്ടുള്ളത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരവസ്ഥയിലുള്ള ഹോർമോണൽ വ്യത്യാസങ്ങളല്ലാതെ
ശരീരത്തിന് ഒട്ടും പരിചയമില്ലാത്ത, ശരീരത്തിന് അപരിചിതമായിട്ടുള്ള എന്തെല്ലാമോ ചേഞ്ചസ് ശരീരത്തിനുള്ളിൽ നടക്കുകയാണ്. അപ്പം ആ കാരണം കൊണ്ടാണ് ഇന്ന് കാണുന്ന ഒരുപാട് രോഗങ്ങൾ, അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള ശാരീരിക മാറ്റങ്ങളും അല്ലെങ്കിൽ ചേഞ്ചസ്. ഇപ്പോൾ ഒരു ജനിക്കുന്ന കുട്ടികളിൽ തന്നെ ജനന വൈകല്യങ്ങളായി ജനിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ ഒരിക്കലും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിലുള്ള എന്തൊക്കെയോ അവയവങ്ങൾ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, ഒരു മനുഷ്യരൂപം പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക രൂപങ്ങളായിട്ട് ജനിക്കുന്ന കുട്ടികൾ, ഇതിലെല്ലാം വരുന്നതാണ് കെമിക്കൽ പോയ്സണിങ്. എങ്ങനെ മനുഷ്യ ശരീരത്തിനുള്ളിൽ ഇതുപോലൊരു കെമിക്കൽ പോയ്സണിങ് വരുന്നു, രാസമാറ്റങ്ങൾ വരുന്നു, ഹോർമോണൽ ഇംബാലൻസ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനുള്ള ഉത്തരങ്ങളാണ് ഇനി ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് കൂടുതലായിട്ടും. ഒന്ന്, ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്ന ഇൻഡസ്ട്രി ഓയിൽ ഇൻഡസ്ട്രിയാണ്. ഇറാഖ് ആ മേഖലയിലുള്ള പ്രശ്നങ്ങളും ഇറാഖ് യുദ്ധവും എണ്ണയുടെ പുറത്തുള്ള താല്പര്യത്തിൻ്റെ പേരിലുള്ള യുദ്ധമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ യുദ്ധം അങ്ങ് കഴിഞ്ഞ് സദ്ദാം ഹുസൈൻ വധിക്കപ്പെട്ടതിന് ശേഷം അമേരിക്കൻ കമ്പനികളുടെ ഭീകരമായ ഒരു കടന്നാക്രമണം, അങ്ങോട്ടുണ്ടായൊരു ജൈത്രയാത്ര, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വരെ ഉൾപ്പെട്ട ബിസിനസ് ലോബി, ബിസിനസ് ഇൻട്രസ്റ്റുകൾ, അവരുടെ കോർപ്പറേറ്റ് കമ്പനികൾ, അതൊക്കെ എന്താണ് നടത്തിക്കൂട്ടിയത്? തകർക്കുക, പിന്നെ പുനർനിർമ്മിക്കുക. ആ പുനർനിർമ്മിക്കാനുള്ള കൊട്ടേഷനുകൾ, അതിൻ്റെ പിന്നിലെ കോടികളുടെ കണക്കുകളൊക്കെ കേട്ട് തലമരവിച്ചവരാണ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർ. അപ്പോൾ ഏറ്റവും ശക്തരായ ലോബി ഓയിൽ ലോബിയാണ്. ബദൽ ഊർജ മേഖലകളിൽ ആര് അല്പം മുന്നോട്ട് പോകുന്നോ അവരെ കൊട്ടിത്താഴെയിടും. RVG മേനോൻ അനർട്ടിൻ്റെ ഡയറക്ടറായിരുന്നു. അവിടെ ഇരുന്ന് അദ്ദേഹം വളരെ സുദീർഘമായ രീതിയിൽ ബദൽ ഊർജ മേഖലയിൽ ഡെവലപ്പ് ചെയ്തു. എടുത്തങ്ങ് മാറ്റണ്ടായിട്ട് വന്നു. അപ്പോൾ ബദൽ ഊർജ മേഖലകളെപ്പോലും സമ്മതിക്കാതെ ഓയിൽ പെട്രോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംസ്കാരമാണ് ഇന്ന് ലോകത്തുള്ളത്, ഒരു കൾച്ചർ. അതേപോലെ തന്നെ പെട്രോളാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇന്ന് ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഈ പെട്രോൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓയിൽ ഇൻഡസ്ട്രി ആ ഓയിലിൻ്റെ വിൽപ്പനയെ എല്ലാ ഭാഗങ്ങളിലേക്കും, ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടത്തിവിടാൻ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലരും ധരിക്കുന്ന വസ്ത്രം പെട്രോളിയം ബേസ്ഡ് ആണ്. ടെറിക്കോട്ടൺ, നൈലോൺ, ഇത്തരത്തിലുള്ള തുണികളെല്ലാം പെട്രോൾ ഫൈബർ ഉപയോഗിച്ച് ഉണ്ടാകുന്നതാണ്. പെട്രോൾ ഫൈബറാണിത്. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഫൈബറാണ് ഈ കാണുന്നത്, സിന്തറ്റിക് ഫൈബർ. ഇത് വളരെ വെളുത്തിരിക്കുന്നു, സുന്ദരമാണ്, കണ്ണിന് ആകർഷകമായിരിക്കാം. പക്ഷേ ഇത് പ്രകൃതി അറിഞ്ഞിട്ടില്ല. പ്രകൃതിക്ക് അറിയില്ല ഈ സാധനം എന്താണ്, ഇതിനെങ്ങനെ ദഹിപ്പിക്കണമെന്നും പ്രകൃതിക്ക് വലിയ അറിവില്ല. അതേസമയം അത്രയൊന്നും സുന്ദരനല്ലാത്ത ഈ സാധനം പ്രകൃതി ഉണ്ടാക്കിയാണ്. പരുത്തി കൃഷി ചെയ്ത് പരുത്തിയുടെ കോട്ടനാണ്. ഇതിനി നൂലാക്കി നൂല് തറിയിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് വസ്ത്രം ഉണ്ടാക്കാം. അതേസമയം ഇത് ഇനിയും കെമിക്കൽ ചേഞ്ച്, ഇതിപ്പോൾ തന്നെ കെമിക്കൽ ചേഞ്ച് വളരെ വരുത്തിയതാണ്. കുറെ കൂടെ കെമിക്കൽ ചേഞ്ച് വരുത്തി കെമിക്കൽ പ്രോസസ്സിങ്ങുകൾ നടത്തി ഇതുകൊണ്ട് വസ്ത്രം. അപ്പോൾ വസ്ത്രത്തിൻ്റെ മേഖലയിലേക്ക് പരമ്പരാഗതമായ ഒരു ജീവിത സംവിധാനത്തെ, കാർഷിക ജീവിത രീതിയെ പാടെ തകർത്ത് അവിടെ പെട്രോൾ പിടിച്ചെടുത്ത് നമ്മളെല്ലാം പെട്രോളിൻ്റെ വസ്ത്രം ഇടുന്നു. അത് ചീർപ്പ് ഒന്നുരച്ച് കടലാസ് കഷ്ണങ്ങളുടെ പുറത്ത് കാണിച്ചാൽ കടലാസുകളെല്ലാം ചാടിപ്പിടിക്കുന്ന തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നവയാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ശരീരത്തിൽ നിരന്തരം ഈ ടെറിൻ വസ്ത്രങ്ങൾ കിടന്ന് ഉരയുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ശരീരത്തിലുണ്ടാകുന്ന എനർജി എന്താണ്, ശരീരത്തിലുണ്ടാകുന്ന സെല്ലുകളിലെ, നമ്മുടെ കോശങ്ങളിലെ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ആ സെല്ലുകളുടെ പ്രവർത്തന താളം, അതിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, മൈറ്റോകോൺട്രിയോണിൽ നിന്നുണ്ടാകുന്ന സ്രവങ്ങളുണ്ട്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ട്, ഇൻറ്റർഫെറോൺസ് ഉണ്ട്. ഇതിന് ഓരോന്നിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കാണും. 7 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിനുള്ള സമയം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കോശത്തിൻ്റെ പ്രവർത്തന താളം തകർക്കാനിടയുള്ള ഏതെങ്കിലും ഒരു സാധനം മാഗ്നറ്റിക് ഫീൽഡ് ആവാം, ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആവാം. ഇതെല്ലാം ഈ വസ്ത്രം കൂടി ഇട്ട് കഴിയുമ്പോൾ
ശതഗുണീഭവിച്ചാണ് ശരീരത്തിൽ അനുഭവപ്പെടുക. കോട്ടൺ ഖാദി വസ്ത്രം ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുന്നതും ഈ പോളി ഫൈബർ കണ്ടൻസ് ഉള്ള വസ്ത്രങ്ങൾ ഒരു ഇലക്ട്രിസിറ്റിയുടെ അടുത്ത് അതും ധരിച്ചു പോയി നിൽക്കുന്നതുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഓരോ മേഖലയെയും ഇവർ പിടിച്ചെടുത്തത്? പ്ലാസ്റ്റിക്. എനിക്കും നിങ്ങൾക്കും രക്ഷയില്ലാത്ത രീതിയിൽ പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭീകരതയെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അമേരിക്കയിൽ പ്ലാസ്റ്റിക്കിൻ്റെ കളിപ്പാട്ടങ്ങൾ, PVC കളിപ്പാട്ടങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഉണ്ടാക്കുന്നത് നിരോധിച്ചിട്ടില്ല, അവിടെ വിൽക്കുന്നതേ നിരോധിച്ചിട്ടുള്ളൂ. നിരോധനം പ്ലാസ്റ്റിക് കൊണ്ട് കളിക്കുന്ന കുട്ടികൾ അതൊന്ന് വായിൽ വയ്ക്കും. വായിൽ വയ്ക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൽ ചേർന്നിട്ടുള്ള നിറങ്ങളുടെ ലക്ഷങ്ങളിൽ ഒരംശം ആ കുട്ടിയുടെ ഉമിനീരിൽ അത് ബ്ലഡ് ക്യാൻസർ ഉണ്ടാക്കുന്ന കുട്ടികൾക്കെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് അമേരിക്കയിൽ പ്ലാസ്റ്റിക് PVC കളിപ്പാട്ടങ്ങളുടെ നിരോധനം വന്നത്. പക്ഷെ ഉണ്ടാക്കുന്നത് നിരോധിച്ചില്ല. കാരണം ആ കമ്പനികൾ അങ്ങനെ ആക്കാനായിട്ട് ഒരു മുതലാളിത്ത രാജ്യമായ അമേരിക്കയിൽ സാധിക്കില്ല. പക്ഷേ അമേരിക്കയിൽ വിൽക്കാൻ പാടില്ല, വേണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ ഇന്ത്യയിലോ ഒക്കെ വിറ്റോളൂ. ആ സാധനങ്ങളെല്ലാം നമ്മുടെ കണ്ണടയായാലും പേനയായാലും നമ്മൾ ഉപയോഗിക്കുന്ന കപ്പുകൾ, മഗ്ഗുകൾ, ജാറുകൾ, എല്ലാ രീതിയിലും ഈ പെട്രോളിയം ബേസ്ഡ് സാധനം കെമിക്കലുകളുടെ സൃഷ്ടിയാണത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. പ്ലാസ്റ്റിക് നിരോധിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നിരന്തരം പരാജയപ്പെടുന്നത് പിന്നിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാസ്റ്റിക് നിർമ്മാതാവ് വിജയ് മല്യ MP ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അധികാര സ്ഥാനങ്ങളിൽ എങ്ങനെ ഇവർ കയറിക്കൊടുന്നു? നമ്മുടെ MP-മാരിൽ പകുതിയിലധികവും ഇത്തരം വ്യവസായികളാണ്. കോടീശ്വരന്മാരുടെ ഈ താല്പര്യങ്ങളെ പരസ്പരം കൂടി നിന്ന് സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഇൻഡസ്ട്രിയലിസ്റ്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. എൻ്റെ ഏറ്റവും മുകളിൽ കുറച്ച് പേര് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടും UP എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ അവർ നിസ്സഹായരാണ്. ഇവർ കൊട്ടുന്ന താളത്തിന് തുള്ളുകയല്ലാതെ നിവൃത്തിയില്ലാത്ത ഗതികേട്. എന്നെ പിടിച്ചും നിങ്ങളെ പിടിച്ചും മുഖ്യമന്ത്രി മാഷ് അതൊന്ന് ഓഫ് ചെയ്ത് വെക്കണേ. എന്നെ പിടിച്ചും നിങ്ങളെ പിടിച്ചും ഭരണാധികാരം ഏൽപ്പിച്ചാൽ പോലും രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവരിങ്ങനെ വരിഞ്ഞ് മുറുക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിറ്റേ ദിവസം MP-മാരുടെ 10 എണ്ണത്തെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടിക്കാനായിട്ട് അവർ വിചാരിച്ചാൽ സാധിക്കും. അതുകൊണ്ട് മിണ്ടാതെ പേടിച്ച് നിന്ന് കൊടുക്കുക നിവൃത്തിയുള്ളൂ. ഇത് കൂടാതെ ഈ സാധനം ഒരാളെന്നും സഹായിക്കാൻ വലിയ പ്ലീസ് കം ഫോർവേഡ്. ഇത് ആ മൈക്കിൻ്റെ മുമ്പിൽ പോയിട്ട് എന്താണ് സാധനം ഒന്ന് വായിച്ചു കൊടുക്കണം, അല്ല ലേബലൊന്ന് വായിക്കണം. ലിക്വിഡ് പാരഫിൻ. ലിക്വിഡ് പാരഫിൻ. ഓക്കെ, എന്താണ് അതിൻ്റെ എന്താ ഈ സാധനം എന്നറിയാവോ? മണ്ണെണ്ണയുടെ വേറെ രൂപമാണ്. ലിക്വിഡ് പാരഫിൻ ഓയിൽ റിഫൈനറിയിൽ ഉണ്ടാകുന്ന സാധനമാണ്. നിറം ഇല്ല, മണവും ഇല്ല. സംഗതി ഏതാണ്ട് മണ്ണെണ്ണ തന്നെയാണ്. ഓക്കെ, അതിന് ബാക്കിയുള്ള കുറിപ്പുകളൊന്ന് വായിച്ചോളൂ. അതിലുള്ളത് വായിച്ചോ. ലിക്വിഡ് പാരഫിൻ IP 400 ml നെറ്റ് ഡോസ് 10 to 30 ml. ഡോസോ എന്നുവെച്ചാൽ കുടിക്കാനോ? ഡോസ് എത്രയാണ്? 10 to 30 ml. 10 തുടങ്ങി 30 ml കുടിച്ചോളാൻ, അതാണ് ഡോസ്. എന്ത് സാധനം? എന്തിനാണ്? വയറിളക്കാൻ. ഇപ്പൊ പെട്രോൾ കഴിച്ച് വയറിളകണം.